നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. നാം തുടർച്ചയായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ മാർഗം എന്താണ് എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചത് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ചു. ദൈവത്തോട് കൂടെ വസിക്കുന്ന തരത്തിൽ, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ വസിക്കുന്ന തരത്തിൽ മനുഷ്യനെ നിർമ്മിച്ചു. എന്നാൽ മനുഷ്യൻ ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ നിന്നും, ദൈവത്തോടു കൂടെ വസിക്കുന്ന അനുഭവത്തിൽ നിന്നും, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ വസിച്ചുകൊണ്ട് ഭൂമിയിന്മേൽ വാഴുന്ന അനുഭവത്തിൽ നിന്നും പാപം മൂലം ദൈവത്തിൽ നിന്നും അകലപ്പെട്ട് ആത്മീകമായി മൃതാവസ്ഥയിലായിത്തീർന്ന് നിത്യമായ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നാം ശ്രദ്ധിക്കുകയുണ്ടായി. അതെല്ലാ മനുഷ്യരിലേക്കും ആ പാപത്തിൻ്റെ അവസ്ഥ പടർന്നു എന്നും നാം കണ്ടു. തുടർന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മെ തിരികെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക, ദൈവത്തോടു കൂടെ വസിക്കുന്ന തരത്തിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു എന്നും നാം ശ്രദ്ധിച്ചു. അതിനുവേണ്ടി ദൈവം തൻ്റെ സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക നിമിത്തം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക നിമിത്തം നാം വീണ്ടും ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് എത്തുന്ന വലിയ പദ്ധതിയിലേക്ക്, ആ വലിയ യാത്രയുടെ തുടക്കത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നാം കണ്ടു. നാം പിന്നീട് നമ്മുടെ വിഷയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഭാഗത്തേക്ക്, എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും ചില ഭാഗങ്ങളിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ് എന്ന് നാം ശ്രദ്ധിച്ചു. അതിന് നാം എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നാം ശ്രദ്ധിച്ചിരുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നാം ശ്രദ്ധിച്ചു, നമുക്കൊരു വാഗ്ദത്തം ശേഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാഗ്ദത്തം. നാം ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്നും നാം അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തോടുകൂടെ വസിക്കുക, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക, നിത്യത മുഴുവൻ സന്തോഷത്തിൻ്റെ പരിപൂർണത, സ്വസ്ഥതയുടെ ആ വലിയ മനോഹാരിത ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലെ സുഖം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ മറഞ്ഞിരുന്നു കൊണ്ട് വസിക്കുന്ന ഒരു ആനന്ദകരമായ സ്വർഗീയ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ വെളിവാക്കി തരുന്ന വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു. ഇന്നും നാം ചില വാക്യങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കുവാൻ പോകുകയാണ്. ചില വാക്യങ്ങളുടെ സർവേ ആണ് ഇന്ന് നാം ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തുള്ളത്, ഈ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് എന്നതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില വാക്യങ്ങളിലൂടെ നാം ഇന്ന് സഞ്ചരിക്കുവാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അതിൽ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും. ക്രിസ്തു തൻ്റെ മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നതാണ് ആ ഭാഗം. അതോടൊപ്പം തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയും അവരുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ളതും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് അടുത്ത ഭാഗത്തിൽ വായിക്കുന്ന 25-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
26 വാക്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ആ മുൻപിൽ ഉള്ള നമ്മൾ വായിച്ച വാക്യങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യുന്നവൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക. 25 വാക്യത്തിൽ നാം വായിച്ചു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അപ്പോൾ നാം നമ്മുടെ സ്വയത്തെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നടപ്പാകുന്ന തരത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ക്രിസ്തീയ ജീവിതം. അപ്രകാരം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നു 26 വാക്യത്തിൻ്റെ 2 ഭാഗത്തിൽ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനോട്, ക്രിസ്തുവിൻ്റെ അനുഗാമിയോട് യേശുക്രിസ്തു നൽകിക്കൊടുക്കുന്ന ഒരു പരമപ്രധാനമായൊരു വാഗ്ദത്തമാണ്, ഒരു ഭാവികാല വാഗ്ദത്തമാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. മൈ സെർവന്റ് വിൽ ബി വിത്ത് മീ വേർ ഐ ആം. ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ ശുശ്രൂഷക്കാരനെ ഞാൻ വിളിക്കുന്നത്. ഇനി യോഹന്നാൻ്റെ ഈ സുവിശേഷം തന്നെ മുൻപോട്ട് വായിക്കുമ്പോൾ 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗം നമുക്കറിയാൻ, നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമായ ഭാഗമാണ് അത്. യേശുക്രിസ്തു വീണ്ടും തൻ്റെ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പോൾ 14 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ. ഇപ്പോൾ കർത്താവ് പോകുന്നത് എന്തിനാണ് എന്നുള്ളതിൻ്റെ കാര്യം പറയുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ്? ആ 3 വാക്യത്തിൻ്റെ 2 ഭാഗം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നോക്കൂ, എന്തിനു വേണ്ടിയാണ് കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്? നമുക്ക് വാസസ്ഥലം ഒരുക്കേണ്ടുന്നതിന് വേണ്ടി. ആ ഒരുക്കൽ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണ്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടുന്നതിന് എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും. ഇതാണ് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആത്യന്തികമായിട്ടുള്ള വാഗ്ദത്തം, പ്രോമിസ് എന്നുള്ളത്. ഈ പ്രോമിസാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തു പറഞ്ഞ, ക്രിസ്തു ഇരിക്കുന്ന ഇടത്ത് ക്രിസ്തുവിനോട് കൂടെ വാസം ചെയ്യുവാനുള്ള നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന പ്രോമിസ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടുന്നതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I will come back and get you so you can live where I live. നോക്കൂ, എത്ര ശ്രേഷ്ഠകരമായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ നാം മുൻപോട്ട് ശ്രദ്ധിക്കുമ്പോൾ 17 അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ആ 17 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശു കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക വഴി നമുക്ക് മനസ്സിലാകുന്നത്, ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ, വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ നമുക്കറിയാം, ആ ഭാഗങ്ങൾ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ നൽകിക്കൊടുക്കുന്ന ഒരു മെസ്സേജാണ്.
അതിൻ്റെ അവസാനത്തെ ഭാഗം ശ്രദ്ധേയമാണ്. 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകും. ജയിക്കുന്നവന്, ഒരു യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നവന് കർത്താവ് പറയുന്നു, ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. കർത്താവിനോടുകൂടെ വസിക്കുവാനുള്ള വരം നൽകി തരും. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസ് ലീഹ ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എപ്രകാരമാണ് മുൻപോട്ട് ജീവിക്കേണ്ടത് എന്നുള്ള ആ വലിയ പാഠം നമുക്ക് നൽകി തരുമ്പോൾ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതും വളരെ ശ്രദ്ധേയവുമായ വിഷയമാണ്. അതിന് 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഭാര്യ ഭർത്താക്കന്മാരോട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. 26-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ നിഷ്കളങ്കയുമായി ശുദ്ധയുമായി തനിക്ക് തന്നെ, ശ്രദ്ധിക്കുക, ആ വാക്ക് ശ്രദ്ധിക്കണമേ, തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ബോധ്യമാകുന്നതോടൊപ്പം അതിലെ ദൈവിക ഉദ്ദേശമെന്നുള്ളത് തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിന് വേണ്ടി. താഴോട്ട് വായിക്കുമ്പോൾ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം പൗലോസ് ലീഹ എടുത്ത് പറയുകയാണ്. ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ, ഒരു വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, അടിസ്ഥാനപരമായ തത്വം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. വിവാഹത്തിലൂടെ ഒരു വരനും വധുവും തമ്മിൽ ഒന്നായി ചേരുന്ന അതിശ്രേഷ്ഠകരമായ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ പൗലോസ് ലീഹ പറഞ്ഞിട്ട് 32-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് പറയുകയാണ്, ഈ മർമ്മം വലിയത്, ഈ ഒന്നായി ചേരുന്ന മർമ്മം വലിയത്. എന്താണ്? പൗലോസ് ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നോക്കൂ, ഇവിടെ ഭാര്യയും ഭർത്താവും 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് അവരിരുവരും ഒരു ദേഹമായി തീരുന്നു. അതിനെ നോക്കിയിട്ട് പൗലോസ് ലീഹ പറയുകയാണ്, ഇതൊരു വലിയ മർമ്മമാണ്. കാരണം ഞാൻ ഇവിടെ ഭാര്യയെയും ഭർത്താവിനെയും കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്ന എൻ്റെ ഉദ്ദേശം എന്നുള്ളത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 31-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, അവർ ഇരുവരും ഒരു ദേഹമായി തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്തുവും സഭയും ഒന്നായി ചേരുവാൻ പോകുന്ന ആ ശുഭകരമായ മുഹൂർത്തം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. പൗലോസ് ലീഹ അതിലൂടെ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളത് ഈ ക്രിസ്തുവും സഭയും ഒന്നായി ചേരുക എന്നുള്ള, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ വസിക്കുന്ന തരത്തിലേക്ക് നമ്മെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന ആ അവസ്ഥ, ആ ഒരു സമയം നമ്മുടെ മുൻപിൽ ശേഷിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. പൗലോസ് ലീഹ നമുക്ക് നൽകിത്തരുന്ന ആ പ്രത്യാശ എത്ര വലുതാണ്, ആ പ്രതീക്ഷ എത്ര അനുഗ്രഹീതമാണ്. തിരുവചനത്തിലുടനീളം നാം ഇപ്പോൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ നിരവധി വാക്യങ്ങളിലൂടെ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്, നാം ആത്യന്തികമായി ചെന്നെത്തേണ്ടുന്ന സ്ഥലമെന്നുള്ളത് നമ്മുടെ ആത്മമണവാളനായ, നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന സ്ഥലത്തേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ഏറ്റവും പരമപ്രധാനമായ ആഗ്രഹവും ആശയും പ്രതീക്ഷയുമൊക്കെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കൂടെ, തൻ്റെ പ്രാണപ്രിയൻ്റെ കൂടെ വസിക്കുന്ന സമയത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഞാനിവിടെ നിങ്ങളോട് വേറൊരു കാര്യം ഇതിനോടനുബന്ധിച്ചൊന്ന് സൂചിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചട്ടമ്പ് സ്വാമികൾ എന്ന ഒരു മനുഷ്യൻ, ഒരു പ്രഗത്ഭനായ പ്രസിദ്ധനായ ഒരു വ്യക്തി, ക്രിസ്തീയ വിശ്വാസം പരക്കപ്പെടുന്ന ആ സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരായി ഒരു ക്രിസ്തു മത നിരൂപണം എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ക്രിസ്തു മതത്തെ വിമർശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ ആ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അദ്ദേഹം ക്രിസ്തു മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതിൽ ക്രിസ്തു മതത്തിലെ മോക്ഷം എന്ത് എന്നുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായൊരു ഭാഗമാണ്. ക്രിസ്തു മതത്തിൽ ആ വ്യക്തികളുടെ മോക്ഷം ആത്യന്തികമായി ചെന്നെത്തേണ്ടുന്ന സ്ഥലം അതിപ്രകാരമാണ്: പാപം നീങ്ങി പരിശുദ്ധി സ്ഥാനത്ത് പ്രവേശിച്ച് മുക്തിസ്ഥാനത്ത് ശുദ്ധ ശരീരികളായിരുന്ന് ദേവനെ സ്തുതിച്ചു പാടി ദേവമഹിമയെ വർദ്ധിപ്പിച്ച് ദേവസന്നിധാന സുഖത്തെ നിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കും. ദേവസന്നിധാന സുഖത്തെ നിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്തയിൽ നിന്നും മനസ്സിലാക്കിയ, വളരെ പൊതുവായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യമില്ല. എന്താണ്? നാം കർത്താവിനോട് കൂടെ വസിക്കുവാൻ പോകേണ്ടുന്നവരാണ്, അതിനായി ഒരുക്കപ്പെടേണ്ടുന്ന സമയമാണ് ഭൂമിയിലുള്ളത് എന്നുള്ള ബോധ്യം പലർക്കും ഇന്ന് നഷ്ടപ്പെടുന്നു. പലരും ചിന്തിക്കുന്നത് നരകത്തിൻ്റെ ക്രൂരതയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെന്നായിരിക്കും. മറ്റു ചിലർ ചിന്തിക്കുന്നത് സ്വർഗത്തിലെ ആ വലിയ സുഖ സൗകര്യങ്ങളും ആനന്ദകരമായ അനുഭവവും കണ്ടിട്ട് സ്വർഗത്തിൽ പോകണമെന്നുള്ള കാര്യമായിരിക്കും. ചിലർക്കിതൊന്നും ഒരു പ്രശ്നമല്ലാതെ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണമെന്നുള്ള ആ ഒരു അലസമായ മനോഭാവത്തോടെ ജീവിക്കുന്നവരുമുണ്ട്. പക്ഷേ തിരുവചനത്തിൽ നാം വ്യക്തമായി കണ്ടത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹമെന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ശ്ലീഹന്മാരൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. പത്രോസ്ലീഹ എഴുതുന്നത്, പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവിടുന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, നാം ഇപ്പോൾ ചിന്തിച്ചു വന്നിരുന്ന കാര്യം, ജീവനുള്ള പ്രത്യാശ, ലിവിങ് ഹോപ്പ്. എന്താണ് ജീവനുള്ള പ്രത്യാശ? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനു വേണ്ടി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതുജനനം നൽകിത്തന്ന് ദൈവരാജ്യത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ആ ആത്യന്തികമായി ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. ആ ജീവനുള്ള പ്രത്യാശയുള്ളവരാണ് വിശ്വാസത്താൽ ദൈവശക്തിയിൽ ഈ ഭൂമിയിൽ കാക്കപ്പെടുന്നത്. ഇനി തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ക്രിസ്തുയേശുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി, ആ തേജസ് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാൻ വേണ്ടി. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ തിരുവചനത്തിലെ ഏറ്റവും പരമപ്രധാനമായ സത്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയ വെളിപ്പാട് ലഭിച്ച പൗലോസ്ലീഹയുടെ ഹൃദയത്തിലുള്ള
ആ വലിയ ആഗ്രഹവും ആവേശവും എന്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി ലഭിക്കുന്ന ചില ഭാഗങ്ങളിലേക്കും കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നതും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എന്നാൽ മരിക്കുന്നത് ലാഭമാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും മരിക്കുന്നത് ലാഭമാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് മരിക്കുന്നത് ലാഭമാണെന്ന് ഇവിടെ പറയുന്നത്? 22-ാമത്തെ വാക്യത്തിൽ അതിനോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അതായത് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ഇവ രണ്ടിനാലും ഞാൻ ഞെരങ്ങുന്നു. കാരണം പൗലോസ്ലീഹയെ സംബന്ധിച്ച് മരിക്കുന്നത് ലാഭമാണ്, ഇവിടെ ജീവിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പ്രവർത്തികൾ തന്നിലൂടെ ചെയ്യുവാനുണ്ട്. ഈ രണ്ട് വലിയ ആവേശവും നിമിത്തം അദ്ദേഹം ഞെരങ്ങുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 23-ാമത്തെ ഭാഗ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. പൗലോസ്ലീഹ പറയാ, ഇത് രണ്ടിലാണ് ഞാൻ ഞെരങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. അത് അത്യുത്തമമല്ലോ. നോക്കൂ, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും പൗലോസിന്റെ ഹൃദയത്തിലെ നാം ഇപ്പോൾ ചിന്തിച്ച ആഗ്രഹം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പൗലോസ്ലീഹ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ, ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. എന്തിനു വേണ്ടിയാണ് ഭാരപ്പെട്ട് ഞെരങ്ങുന്നത്? അത് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിനോടുകൂടെ വസിപ്പാൻ, ഇവിടെ പൗലോസ്ലീഹയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ ദൈവം കൊടുത്ത ശുശ്രൂഷകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അകത്തളത്തിലുള്ള ആഗ്രഹം എന്നുള്ളത് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഈ വാക്യങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ചുരുക്കം, ദൈവവചനത്തിൽ വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് നമ്മെ സൂചിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ കർത്താവിനോട് കൂടെ വസിക്കുക, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നാം പലപ്പോഴും നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ഫോക്കസിനെ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ആനന്ദകരമായ, ശുഭകരമായ, മനോഹരമായ ആ പ്രതീക്ഷയിൽ നിന്നും പ്രത്യാശയിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് നാം പലപ്പോഴും ഇഹലോകത്തിലെ പല ചിന്തകളിലേക്ക് വലിഞ്ഞു മാറിപ്പോകുന്നത്. ഈ വചനത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തെ ഒന്ന് കൃത്യതയോടുകൂടെ ഫിക്സ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്യന്തികമായി നമുക്ക് ചെന്നെത്തേണ്ടുന്ന സ്ഥലം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി സ്വന്തം രക്തം ഊറ്റിത്തന്ന് കാൽവറി ക്രൂശിൽ മരിച്ചുയർക്കപ്പെട്ട സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയുമായ സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ള സ്വസ്ഥതയുടെ ആസ്ഥാനമായ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവത്തോട് കൂടെ വസിക്കേണ്ടുന്നതിനാണ്, നമ്മുടെ കർത്താവിനോട് കൂടെ വസിക്കേണ്ടുന്നതിനാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത് തന്നെ. നാം കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമ്മെ അവിടുത്തെ സന്നിധിയിൽ ചേർക്കുന്നതിന് വേണ്ടി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു തേജസ്സിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. ആ തേജസ്സിൻ്റെ അനുഭവത്തെ പ്രാപിച്ചുകൊണ്ടാണ് നാം കർത്താവിനോട് കൂടെ വസിക്കുവാൻ പോകുന്നത്. നാം ഇതുവരെ ചിന്തിച്ച ഈ കാര്യങ്ങളെല്ലാം ചുരുക്കമായി പറയുന്ന, വ്യക്തമായി പറയുന്ന, ശക്തമായി പറയുന്ന ഒരു വാക്യത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം കാത്തിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമാണ്. ഒരു വധു, ഒരു വരൻ തങ്ങളുടെ വിവാഹത്തിൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നാം കാത്തിരിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി. നാം മേഘങ്ങളിൽ എടുക്കപ്പെടും, തേജസ്കരിക്കപ്പെടും. അതിൻ്റെ അടുത്ത ഭാഗം, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വാക്യങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്, നാം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ത് എന്നുള്ളത്, അൾട്ടിമേറ്റായി നാം എവിടെ ചെന്നെത്തുവാൻ പോകുന്നു എന്നുള്ളത്. കർത്താവിൻ്റെ വരവെങ്കിൽ യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾ തേജസ്കരിക്കപ്പെട്ട് അവനോട് കൂടെ എടുക്കപ്പെട്ട് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.